പക്ഷെ ബാപ്പുക്ക ഒരു കാര്യത്തിൽ നിങ്ങൾ മൂന്നാൾക്കാരും ഭാഗ്യവാന്മാരാണ്. കോഴിക്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പാട്ടെഴുത്തിലൂടെ വന്നിട്ടുള്ള ബാപ്പുക്ക പിന്നെ നാടകം എഴുതിയിരുന്നു, നാടകത്തിൻ്റെ ട്രൂപ്പിൻ്റെ ഓണർ എന്ന് പറയുമ്പം നിങ്ങളൊക്കെ സ്റ്റേജിലേക്ക് പോകുമ്പം നിങ്ങൾക്ക് ആ കിട്ടിയ ഒരു പരിഗണന, ഒരു സ്റ്റാർ വാല്യൂ അത് ഭയങ്കര തന്നെയല്ലേ? ആ കാലഘട്ടത്തിൽ അങ്ങനെയും കിട്ടിയിട്ടുണ്ട്, നേരെ മറിച്ചും കിട്ടിയിട്ടുണ്ട്. രണ്ട് രീതിയിലും കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് കണ്ണടച്ചാൽ പോലും കാണാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു തരുന്നത്. ആ സമയത്ത് ശരിക്കും അഹങ്കരിക്കാനുള്ള ഒരു പവർ ഇല്ലേ? അഹങ്കാരം ഒന്നും എൻ്റെ മനസ്സിൽ ഇപ്പോഴും തോന്നുന്നില്ല, ഒന്നുമില്ല. നമ്മൾ ഒരു സ്വപ്നമായിരുന്നു ഇതൊക്കെ എങ്ങനെയൊക്കെ ആവുക എന്നുള്ളത്. ഇങ്ങനെയൊന്നും ആവൂല എന്നന്ന് എല്ലാവരും വിധി എഴുതിയതാണ്. ഈ 1-2 സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു എനിക്ക് അന്നത്തെ സ്വപ്നം, വലിയ സ്വപ്നം ഗ്രാം ഫോൺ റിക്കാർഡിൽ എൻ്റെ പേരൊന്ന് വരിക എന്നുള്ളതാണ്. എന്നിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യുക, എൻ്റെ പേരും റൗണ്ട് ചെയ്യുക. അപ്പോൾ എന്നോട് കേട്ടി കോയും മറ്റേ കോയൊക്കെ പറഞ്ഞ് അത് അങ്ങനെ വരിടാ ഒരു സമയം വരുമെന്നൊക്കെ പറയും. ബാക്കിയുള്ളവരൊക്കെ കളിയാക്കി കഴിഞ്ഞ് നമ്മളെ പിന്നെ കൂടും. ആ കളിയാക്കി പിന്നെ കൂടിയില്ലേ ഞാൻ ഉണ്ടാവില്ലായിരുന്നു കേട്ടോ. തീർച്ചയായിട്ടും അവരാണ് നമ്മളുടെ പിന്നിൽ കൂടിയത് കൊണ്ടാണ് വാപ്പുള്ളിയർമ്മ എന്ന് പറഞ്ഞൊരു കലാകാരൻ ജനിക്കുന്നത്. അവരോടാണ് എനിക്ക് കൂടുതൽ നന്ദി. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ എന്നെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചവരെയും പറയണം കേട്ടോ. എൻ്റെ അമ്മാവന്മാർ നല്ല പ്രോത്സാഹനമായിരുന്നു. എൻ്റെ കലാകുടുംബമാണോ ബാപ്പുവിന്റെ? എൻ്റെ ഉമ്മയൊക്കെ ചെറുപ്പത്തിൽ സെബീന പാട്ടൊക്കെ പാടിയെന്ന് കേട്ടിട്ടുണ്ട്. സെബീന പാട്ട് എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മളെ പണ്ടത്തെ ഇങ്ങനെ അറബി മലയാള പാട്ടുകളൊക്കെ അന്ന് ബദറു അറബി മലയാളത്തിലാ. സെബീന എന്ന് പറഞ്ഞാൽ മറ്റേ പിന്നെ അല്ലാ തിരുപേരും തുതിയും സലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ, അത് മുഹിയുദ്ദീൻ മാല. ഇതിൽ അറബി വന്നത് പിന്നെ അല്ലാ തിരുപേരും തുതിയും സലാവാത്തും അറബി മലയാളം കൂടിയാണ്. അറബി മലയാളം മിക്സിനാണ് സബീന പാട്ടുകൾ. സെബീന പാട്ട്. പക്ഷിപ്പാട്ടില് ഇതില്ല. പിന്നെ മറ്റുള്ള ഭാഷ കൂടുതലായിട്ട് ഞാൻ കാണില്ല. അത് നടുത്തോപ്പിൽ പിന്നെ അബ്ദുള്ള എന്ന് പറഞ്ഞ ആളെ എഴുതിയതാണ്. ഞാൻ അപ്പോൾ അടുത്ത് റെക്കോർഡ് ചെയ്തത് ഇവർക്ക് നമ്മുടെ ഗാലറി വിഷയന് വേണ്ടി റെക്കോർഡ് ചെയ്ത് കൊടുത്തു. വീണ്ടും പക്ഷിപ്പാട്ട് എന്നൊക്കെ ഇന്നത്തെ തലമുറയിലുള്ള ആളുകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇപ്പൊ എനിക്ക് സബീന എന്ന് പറഞ്ഞപ്പോൾ സബീന പാട്ടിന്റെ ഇതിൽ എണ്ണുന്നുണ്ട് ആ പാട്ടൊക്കെ. പക്ഷിപ്പാട്ട്, കുറത്തിപ്പാട്ടും ഒക്കെ. കുറത്തിപ്പാട്ട് അത് കുറത്തിപ്പാട്ട് ചിച്ചിലെന്നും ജിൽച്ചിലെന്നും കാൽപ്പടത്തിൻ്റോശ ഓശ കേട്ടി മാമലിയാർ പിന്തിരിഞ്ഞു നോക്കി, അതാണ് കുറത്തിപ്പാട്ട്. ബാപ്പുക ഈ പാട്ടൊക്കെ ഇപ്പൊ സിനിമയിൽ വന്ന സെറ്റാ സത്യം. കാരണം കേൾക്കുമ്പോൾ തന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ പഴയ മാപ്പിളപ്പാട്ടിന്റെ എന്താ പറയാ അപാരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എന്റെ ലൈഫിൽ ഞാൻ ഈ ഫീൽഡിലേക്ക് എല്ലാവരും പഴയ പാട്ട് ഇഷ്ടപ്പെടുന്നവർ ഇന്നും. അപ്പൊ ഇപ്പം പിന്നെ ചെറിയ പുതുമകളൊക്കെ ഇപ്പൊ അടുത്ത കാലത്ത് വന്നു, അതും കുഴപ്പമൊന്നുമില്ല. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എന്ന് പറയാൻ പറ്റുള്ളൂ. ഒറ്റ ചോദ്യം ചോദിക്കണം ഇപ്പൊ ഒറ്റ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നോരോന്ന് ചോദിക്കും. പണ്ടത്തെ കാലഘട്ടം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ. പിന്നീട് ഇടയ്ക്ക് ആൽബം എന്ന് പറയുന്ന ഒരു മേഖല വന്ന് ഇപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് മാപ്പിളപ്പാട്ട് 100% സിനിമയിലേക്ക് വന്ന് പോസ്റ്റായി, സെറ്റായി. ഈ 3 കാലഘട്ടത്തിലും ബാപ്പു വള്ളിപ്പറമ്പ് എന്ന് പറയുന്ന ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ചെറിയൊരു മമ്മൂട്ടിക്ക നിങ്ങളാണ്. അങ്ങനെയല്ല, ഈ സിനിമയിൽ ഇതിന്റെ മുമ്പും പാട്ടുണ്ട്. പണ്ടത്തെ സിനിമ എന്ന് പറഞ്ഞാൽ 3 മാസം കളിച്ചിട്ടുണ്ട് കോഴിക്കോട് ഡേവിഷൻ തിയേറ്ററിലോ രാധാ തിയേറ്ററിലോ കുട്ടിക്കുപ്പായം. അതിൽ 10 പാട്ടുണ്ടായിരുന്നു, 10 മാപ്പിള പാട്ടാ കുട്ടിക്കുപ്പായത്തിൽ. ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ കരയല്ലേ കൽവിൻ മണിയെ കൽക്കണ്ട കനിയല്ലേ. അത് 3 മാസമാണ് കോഴിക്കോട് തിയേറ്ററിൽ കളിച്ചത്. അപ്പം ആ ട്രെൻഡ് കൊണ്ടുവന്ന് ബാബുരാജായിരുന്നു. പിന്നെ ബാബുരാജിൻ്റെ കാലം കഴിഞ്ഞതോടുകൂടി സിനിമ മറ്റൊരു മേഖലയിലേക്ക് പോയി.